എന്തുദ്ദേശമാണുള്ളത് എന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിലൂടെ ദൈവത്തെ കൂടുതലായിട്ട് അറിയുകയും അനുഭവിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ വരുംകാല ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി മുതൽക്കൂട്ടായിട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാകിയാൽ ഇന്ന് പ്രകാരവും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു 5 കാര്യങ്ങളെ ഇന്ന് പ്രകാരം ഞാനൊന്ന് പരിചയപ്പെടുത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. 5 മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്കിൽസ്. നമുക്കറിയാം 5 പ്രധാനപ്പെട്ട കഴിവുകൾ. ഇതിനെ മറ്റൊരു രീതിയിലും വേണമെങ്കിൽ പറയാം, 5 ജന്മവാസനകൾ എന്ന് വേണമെങ്കിലും നമ്മൾ പറയുന്നത് കൊണ്ട് തെറ്റില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന് ജന്മസിദ്ധമായി ലഭിച്ച, ദൈവത്താൽ ലഭിച്ച, ദൈവത്താൽ പ്രാപിക്കപ്പെട്ട, ദൈവത്താൽ നേടിയെടുക്കപ്പെട്ട 5 കഴിവുകൾ അഥവാ ജന്മവാസനകൾ വേദപുസ്തകവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്ന് പ്രകാരം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ അതുമായുള്ള ബന്ധത്തിൽ ഒരു വാക്യം ഒന്ന് ബൈബിളിൽ നിന്ന് വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി വർദ്ധിച്ച് പെരുകി ഭൂമിയെ അധീനമാക്കുവിൻ, സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവ ജാതികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ മേലും വാഴുവിൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. അതിന്റെ ആദ്യ ഭാഗം ഒന്നുകൂടെ വായിക്കട്ടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി വർദ്ധിച്ച് പെരുകി ഭൂമിയെ അധീനമാക്കുവിൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവം മനുഷ്യന് നൽകിയ തന്റെ സഹായ അനുഗ്രഹത്തിന്റെ ആകത്തുകയെന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പ്രകാരം ഓർപ്പിക്കുകയാണ്. 5 ജന്മവാസനകളോട് കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. ആ ജന്മവാസനകൾ, ആ കഴിവുകൾ നമ്മൾ നല്ലതുപോലെ ഉപയോഗിച്ചാൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം സുരക്ഷിതമായി തീരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഒന്നാമത്തെ വാസന അഥവാ കഴിവ് എന്ന് പറഞ്ഞാൽ സെൽഫ് പ്രിസർവേഷൻ ആണ്, സ്വയം സൂക്ഷിക്കുവാനുള്ള കഴിവാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മറ്റാരും നമ്മളെ സൂക്ഷിക്കാതെ നമ്മൾ തന്നെ സൂക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ദൈവം ആദാമിനെ ഹവ്വായെയും സൃഷ്ടിച്ചു. അവരെ ഏദൻ തോട്ടത്തിൽ കൊണ്ട് ആക്കിയതിനു ശേഷം അവരോട് പറഞ്ഞു, ഈ തോട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഭക്ഷിച്ച് നിങ്ങളുടെ ശരീരത്തെ നിലനിർത്തുവാൻ ആവശ്യമായ സമൃദ്ധമായ ആഹാരമുണ്ട്, എല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമില്ലാത്തതും നിങ്ങളുടെ ശരീരത്തിന് പ്രയോജനമില്ലാത്തതും നിങ്ങളുടെ ശരീരത്തിന് ഗുണം വരാത്തതും നിങ്ങളുടെ ശരീരത്തിന് പുഷ്ടി വരാത്തതും നിങ്ങളുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഒരു രീതിയിലും സഹായകരം അല്ലാത്തതായ വൃക്ഷവും ഈ തോട്ടത്തിലുണ്ട്. ആ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൻ പാടില്ല, നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അത് നിങ്ങളുടെ ശരീരത്തിന്റെ പുഷ്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ പാടില്ല എന്ന് ദൈവം അവരോട് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അവിടെ നമുക്ക് ഒരു സെൽഫ് പ്രിസർവേഷൻ നമുക്ക് കാണാൻ സാധിക്കും, സ്വയം പരിരക്ഷ. കാരണം അവരെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, വീട്ടിൽ കുഞ്ഞുങ്ങള് ജനിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരെ ഒരു പരിധിവരെ മാതാപിതാക്കള് ശ്രദ്ധിക്കും, മാതാപിതാക്കള് അവരെ നോക്കും, മാതാപിതാക്കള് അവരെ കരുതും, മാതാപിതാക്കള് അവരെ പരിപാലിക്കും, മാതാപിതാക്കള് അവരെ സംരക്ഷിക്കും. അതിനുശേഷം അവർക്ക് അവരെ സൂക്ഷിക്കുവാനുള്ള ഒരു പ്രായം എത്തുമ്പോൾ മാതാപിതാക്കളുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് അവരല്പം പുറകോട്ട് പോകുന്ന ഒരവസ്ഥയാണ് മനുഷ്യരാശിയുമായുള്ള ബന്ധത്തില് ലോകത്തിൽ കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവമക്കളെ, ഇത് നമ്മള് പക്ഷികളിൽ നോക്കിയാൽ, മൃഗങ്ങളിൽ നോക്കിയാൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു.
നമ്മൾ മൃഗങ്ങളെ നോക്കിയാൽ ഏറ്റവും അധികം തന്റെ സന്തതികളെ സംരക്ഷിക്കുന്ന മൃഗം എന്ന് പറയുന്നത് ലോകത്തിലുള്ള കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആനയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ആന ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിന്റെ കൈകാലുകൾ തറയിൽ ഉറയ്ക്കാൻ തുടങ്ങിയാൽ ആ സമയം മുതൽ ആ കുഞ്ഞ് യാത്ര ആരംഭിക്കുമ്പോൾ ആനയുടെ കീഴിലായിരിക്കും ആ കുഞ്ഞ് പോകുന്നത്. കാരണം രണ്ട് കാലുകൾ ആനയ്ക്ക് പുറകോട്ട്, രണ്ട് കൈകൾ മുന്നോട്ട്. ഈ 4 കാര്യങ്ങളുടെ നടുവിലായിരിക്കും ആ കുഞ്ഞ് സംരക്ഷിക്കപ്പെടുന്നത്. പെട്ടെന്ന് ആർക്കും ഈ കുഞ്ഞിനെ ആക്രമിക്കുവാനോ അപഹരിക്കുവാനോ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഇത്രയും ഭീമാകാരമായ ശരീരമുള്ള ആന തന്റെ ശരീരത്തിന്റെ മറവിൽ സുരക്ഷിതമായി ആ കുഞ്ഞിനെ സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ നടത്തിക്കൊണ്ടുപോകും. ഈ കുഞ്ഞ് പുറകെയല്ല. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ തെറ്റില്ല, ഈ കുഞ്ഞിനെ മുന്നോട്ടാണ് ഈ ആന നടത്തിക്കൊണ്ടുപോകുന്നത്. ഒരിക്കലും ആനക്കുട്ടി ആനയുടെ പുറകെ പോകാറില്ല, ആനയുടെ മുൻപിലാണ് പോകുന്നത്. കാരണം ആ തുമ്പിക്കൈ നീളത്തിനകത്തായിരിക്കും ഈ ആനക്കുട്ടിയുടെ സഞ്ചാര പാതയെന്നും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഏതെങ്കിലും ഒരു പ്രതിരോധി, ഏതെങ്കിലും ഒരു എതിരാളി, ഏതെങ്കിലും ഒരു ശത്രു തന്റെ കുഞ്ഞിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുവന്നാൽ ആ തുമ്പിക്കൈക്ക് ആ ശത്രുവിനെ ആഞ്ഞു പിടിച്ച് തന്റെ കുഞ്ഞിനെ രക്ഷിച്ച് ആ ശത്രുവിനെ കീഴ്മേൽ മറിച്ചു കളയുവാൻ തക്കോണം കഴിയുന്ന ഒരവസ്ഥയിൽ ആ തുമ്പിക്കൈ നീട്ടിയാൽ എത്ര നീളം വരുമോ ആ നീള പരിധിക്കകത്തായിരിക്കും ആ കുഞ്ഞിനെ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. എന്തായെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിന് സ്വയം സംരക്ഷിക്കപ്പെടുവാൻ ഒരു പ്രായം എത്തുന്നതുവരെ, ആരോഗ്യം എത്തുന്നതുവരെ, ശരീരസ്ഥിതി എത്തുന്നതുവരെ തങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ കുഞ്ഞിനെ പരിപാലിക്കുക എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മാതാപിതാക്കള് മക്കളെയും പരിരക്ഷിക്കുന്നത് അപ്രകാരമാണ്. അതിനുശേഷം ഒരുമാതിരി പ്രായമൊക്കെ ആയാൽ ഈ ആനക്കുട്ടി അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളാണെങ്കിലും സ്വന്തമായി അത് യാത്ര ചെയ്യുന്നു. മനുഷ്യന്റെ അവസ്ഥയും അങ്ങനെയാണ്. എന്നാൽ പോലും പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരുമാതിരി പ്രായം എത്തുന്നവരെ മാനുഷികമായ രീതിയിൽ മക്കള് പോകുമ്പോൾ മാതാപിതാക്കൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നവരോട് പറയാറില്ല. അപ്പൊ ആ പറയുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്ന് അത് പറയാതിരിക്കണമെങ്കിൽ അവരൊരുമാതിരി നല്ല പ്രായാവസ്ഥയിൽ എത്തിച്ചേരണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കി. നമുക്ക് ഒരിക്കലും ചിന്തിച്ചാൽ പിടികിട്ടുന്നില്ല. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും കൂടെ ദൈവം കൊണ്ടാക്കിയപ്പോൾ അവർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു, അവരുടെ പ്രായം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇന്നിയോളം ലോകത്തില് ഒരു മനുഷ്യനെ ചിന്തിച്ചിട്ട് ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു ചോദ്യമാണ് ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും കൊണ്ട് ആക്കി ദൈവം അവരെ അവിടെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അവരുടെ പ്രായം എന്തായിരുന്നു. ഒരു കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താം, അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇപ്പൊ മോശമല്ലാത്ത ഒരു പ്രായത്തില് ഒരു 15 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ ഒരവസ്ഥയെന്ന് ഞാൻ എന്റെ പേഴ്സണൽ ലൈഫില് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ട് അവിടെ ആക്കിയിട്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ എല്ലാവിധമായ ഉന്നതിക്ക് വേണ്ടി നിങ്ങൾ സ്വീകരിച്ചു. എന്നാൽ നിങ്ങൾക്ക് ഒരു രീതിയിലും പ്രയോജനപ്പെടാത്ത ഒന്നുണ്ട്, അതിനെ നിങ്ങൾ സ്വീകരിക്കരുത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവിടെയാണ് സ്വയ സംരക്ഷണ എന്ന വാക്കിന്റെ പ്രസക്തി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം സൂക്ഷിക്കണം. ആമേൻ. ഒരു കാരണവശാലും നമ്മൾ സ്വയം സൂക്ഷിക്കപ്പെടാതിരിക്കാൻ പാടില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ യുവാക്കളോട്, യുവതികളോട്, കുട്ടികളോടെല്ലാം ഇന്ന് പൽക്കാലം ഒന്നുകൂടെ ബലവത്തായി പറയട്ടെ, നമുക്ക് ഒരുമാതിരി തിരിച്ചറിവിന്റെ അവസ്ഥയിൽ നമ്മൾ എത്തിയെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അപകടം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സ്വയം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കാണേണ്ടത് സ്വയ ഭദ്രതയാണ്, സ്വയ പരിപാലനമാണ്, സ്വയ രക്ഷയാണ്, സ്വയ സൂക്ഷിപ്പാണ്. ഇതെല്ലാം അതിനകത്തുണ്ട്. നമ്മൾ സ്വയം നമ്മളെ ഭദ്രമായി കാക്കണം, നമ്മളെ പരിപാലിക്കണം, നമ്മളെ രക്ഷിക്കണം, നമ്മളെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. ഏതൊരു കുടുംബത്തിന്റെയും നല്ല മുന്നോട്ടുള്ള പുരോഗതിക്ക് ഇത് ആവശ്യമാണ്. സ്വയം സൂക്ഷിക്കുവാനുള്ള മാനുഷികമായ ഒരു അവകാശം
ജന്മസിദ്ധമായി ദൈവം അവർ നൽകിയിട്ടുണ്ട്. കാരണം എന്താണ് ഞാൻ നിങ്ങളോട് പറയട്ടെ, മഴയുണ്ടെങ്കിൽ മഴ നനയരുതെന്ന് ആരും നമ്മളോട് പറയേണ്ട, നമുക്ക് സൂക്ഷിക്കാനുള്ള കഴിവായാൽ. കാരണം നമ്മൾ തലയിൽ എന്തെങ്കിലും വെച്ച് തലയെ സംരക്ഷിക്കും. കാരണം മഴ ഏറ്റവും പ്രതികൂലമായി നമ്മളെ സ്വാധീനിക്കാവുന്നത് നമ്മുടെ തലയെ ആയതുകൊണ്ട് നമ്മൾ തലയെന്ത് ചെയ്യും? ആദ്യമേ സംരക്ഷിക്കും. കൊട അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ തലയിൽ നമ്മൾ എന്തെങ്കിലും മറ്റ് സാമഗ്രികൾ, ഒരു തൊപ്പി വെക്കുകയോ ഒരു തുണി കൊണ്ട് കെട്ടുകയോ ഒക്കെ നമ്മൾ ചെയ്യും. പണ്ടത്തെ കാലത്ത് പാള കൊണ്ടുണ്ടാക്കിയ തൊപ്പി തലയിൽ വെച്ച് ജോലിക്കാര് പാടത്ത് പണിയും. കാരണം തല സംരക്ഷിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ജന്മസിദ്ധമായി ദൈവം നൽകിയിരിക്കുന്ന ഒന്നാമത്തെ കഴിവ്, ആ കഴിവ് എന്ന് പറയുന്നത് സ്വയം ഭദ്രത എന്ന കഴിവാണ്. അതിനകത്ത് സ്വയം പരിപാലിക്കുക, സ്വയം രക്ഷിക്കുക, സ്വയം സൂക്ഷിക്കുക എന്നിത്യാദി കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം നല്ല ശുഭകരമായി മുന്നോട്ട് പോകുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർക്കുകയാണ്. ഇങ്ങനെ വലിയ യാഥാർത്ഥ്യം നിൽക്കുമ്പോഴും ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം നമുക്ക് അതിന് വിരുദ്ധമായി സംഭവിക്കാം. എന്നാൽ അത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആ സ്വയഭദ്രത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമുക്ക് വീണ്ടും അതിന്റെ ആഴത്തിലേക്ക് പോയി അധപ്പതിച്ചു പോകാതിരിക്കാൻ നമുക്ക് കഴിയുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ജന്മസിദ്ധമായി ദൈവം നൽകിയിരിക്കുന്ന മർമ്മപ്രധാനമായ ഒരു കഴിവാണ് സ്വയം ഭദ്രത, സ്വയ പരിപാലന, സ്വയ സംരക്ഷണ, സ്വയ രക്ഷ എന്നത്. അതിൽ നമ്മൾ ജാഗരിക്കേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് സെൽഫ് ഗെറ്റിംഗ് ആണ്, സ്വയം സ്വീകരിക്കാൻ. നമുക്ക് സ്വയം ഒരു പുരോഗതി, ഒരു വിജയം, ഒരു നേട്ടം അത് സ്വീകരിക്കുവാനായിട്ടുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാര് ആ കഴിവിനെ നല്ലതുപോലെ ഉപയോഗിച്ച് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ഔന്നത്യമാർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എല്ലാവർക്കും അങ്ങനെ എത്തിച്ചേരാൻ പറ്റത്തില്ലെങ്കിലും എത്തിച്ചേരാൻ പറ്റാത്തവരായി ആരെയും ദൈവം ഈ ഭൂമിയിൽ ജനിപ്പിച്ചിട്ടില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. ഔന്നത്യമാർന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരാതിരിക്കത്തക്കവണ്ണം ഒരാൾക്കും ദൈവം ജന്മം നൽകിയിട്ടില്ല. എന്നാൽ ജന്മസിദ്ധമായ കഴിവിനെ നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ എത്തിച്ചേരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലോകത്തെ കിരീടമേൽപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിലെ രാജാവായിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ പഠിക്കുമ്പോൾ സ്കൂളില് പലപ്പോഴും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, കളിയാക്കപ്പെട്ടിട്ടുണ്ട്. അധ്യാപകർ കളിയാക്കിയിട്ടുണ്ട്, വിദ്യാർത്ഥികള് കളിയാക്കിയിട്ടുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇന്നലെ ന്യൂസ് കണ്ടാൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഉള്ള ഒരു ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. കാരണം കോളേജിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജാതിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മതത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ബോഡി ബ്യൂട്ടിയെ കുറിച്ച് എല്ലാം അധ്യാപകരെ പറഞ്ഞു. നമുക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് വെക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞേ, നമ്മുടെ ശരീരത്തെ കുറിച്ചോ, നമ്മുടെ സൗന്ദര്യത്തെ കുറിച്ചോ, നമ്മുടെ മതത്തെ കുറിച്ചോ, നമ്മുടെ ജാതിയെ കുറിച്ചോ, നമ്മുടെ നിറത്തെ കുറിച്ചോ, നമ്മുടെ ജീവിത മുന്നേറ്റത്തെ കുറിച്ചോ ആർക്കും പറയാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഇന്നർ പേഴ്സണാലിറ്റിയെ കുറിച്ച്, നമ്മുടെ ആന്തരികാർത്ഥത്തെ കുറിച്ച് പറയാൻ ഈ ഭൂമിയിൽ ഒരിക്കലും ജനിച്ചിട്ടില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ദൈവം നമ്മളെ ആളത്വത്തെ വിലയിരുത്തി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ ഇതേപോലത്തെ ഒരു അപകടത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇല്ലായി വരുന്ന മാതാപിതാക്കള് ഒരു ഡെന്റിസ്റ്റ് ആകട്ടെ, നമുക്കറിയാമല്ലോ, ഒരു പല്ല് സംബന്ധമായ ഒരു വൈദ്യനായി തീരട്ടെ എന്ന് വിചാരിച്ച് ഒരു വിദ്യാർത്ഥിയെ, ഒരു മകനെ ഡെന്റൽ കോളേജ് വിട്ട് അവനത് മുഴിപ്പിക്കാതെ ആത്മഹത്യ ചെയ്താൽ ആർക്ക് പോയി? അവന് തന്നെ പോയി. അതിനേക്കാൾ അപ്പുറം അവന്റെ കുടുംബത്തിന് പോയി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളെപ്പോഴും സ്വീകരിക്കുവാനുള്ള ഗെറ്റിംഗ്, ആ നേടുക, വാങ്ങുക, സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെ സ്വന്തമായതാണ്. മറ്റുള്ളവർക്ക് ഒരു പരിധിക്ക് വരെ നമുക്ക് തരാൻ സാധിക്കുന്നില്ല. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ അവന്റെ ബുദ്ധിമണ്ഡലത്തെ വികസിപ്പിക്കുവാൻ അധ്യാപകന് സാധിക്കുന്നില്ല. അധ്യാപകൻ ഭാഗ്യമായിട്ട് അവന് വേണ്ട ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ. എന്നാൽ അവനിലുള്ളതിനെ വികസിപ്പിച്ച് നേടിയെടുക്കുവാനായിട്ട് ഒരിക്കലും ഒരു അധ്യാപകനെ കൊണ്ട് കഴിയത്തില്ല. കാരണം നമ്മൾ
നമ്മളിൽ നിന്നാണ് ഇതിനെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകേണ്ടത്. പുറമിൽ നിന്ന് ഒരാൾക്ക് അതിനുള്ള ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ മാത്രമേ നമുക്ക് തരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത്തെ ജന്മസിദ്ധമായ കഴിവ് എന്ന് പറയുന്നത് സെൽഫ് പ്രിസർവേഷൻ ആണ്. സ്വയം സൂക്ഷിക്കുവാനുള്ള, സ്വയം സംരക്ഷിക്കുവാനുള്ള കഴിവ്. രണ്ടാമത്തെ സെൽഫ് ഗെറ്റിംഗ്, സ്വന്തമായി സ്വീകരിക്കുക, സ്വന്തമായി വിജയിക്കുക, സ്വന്തമായി പ്രാപിക്കുക, സ്വന്തമായി നേടുക, സ്വന്തമായി സമ്പാദിക്കുക, ഫലപുഷ്ടി പ്രാപിക്കുക, തടിച്ചു കൊടുക്കുക, വളർച്ച എന്നൊക്കെ ഇതിനെ നമ്മൾ റൂട്ടിലേക്ക് പോകുമ്പോൾ അതിന് അർത്ഥവ്യാഖ്യാനങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഒരാൾ തടിച്ചു കൊഴുക്കണമെങ്കിൽ ഒരു അമ്മയെ കൊണ്ടും അപ്പനെ കൊണ്ട് സാധിക്കത്തില്ല. അവർക്ക് ആഹാരം കൊടുക്കുക, അവന് കഴിക്കാൻ പ്രയാസമാണ്, അവന് വായി വെച്ച് കൊടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അതിന് മടിയാണെങ്കിൽ അവനെ നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് തല്ലി ആഹാരം കഴിപ്പിക്കാൻ പറ്റും. പക്ഷെ അവന്റെ ശരീരത്ത് അത് ഒരു പ്രക്രിയ നടക്കണമെങ്കിൽ, ദഹന പ്രക്രിയയിലൂടെ ശരീരത്തിന് അത് പോഷക പ്രയോജനകരമായി തീരണമെങ്കിൽ അവൻ തന്നെ ആഗ്രഹിക്കണം. അവൻ അമ്മ അല്ലെങ്കിൽ അപ്പൻ നിർബന്ധിച്ച് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് അവനോടടുത്ത് ഇരിക്കുകയോ കിടക്കുകയോ മുട്ടിന്മേൽ നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ദഹിച്ച് അവന്റെ ശരീരത്തിൽ പിടിക്കത്തില്ല. അതുകൊണ്ട് അത് ദഹിച്ച് ശരീരത്തിന് പ്രയോജനകരമായി തീരുവട്ടക്കണം. അവൻ തന്റെ ശരീരത്തെ സ്വയം എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് ജന്മസിദ്ധമായ മനുഷ്യന്റെ ഒന്നാമത്തെ കഴിവ് സ്വയം ഭദ്രതയാണ്. രണ്ടാമത്തെ കഴിവ് സ്വയം സ്വീകരിക്കലാണ് എന്നുള്ള കാര്യം മറക്കരുത്. മൂന്നാമത് ഫുഡ് സീക്കിംഗ് ലൈഫാണ്. ഭക്ഷണം അല്ലെങ്കിൽ ആഹാര പദാർത്ഥം നേടുവാനുള്ള കഴിവ്. ഇതാരും നമ്മളോട് പറയേണ്ട. പ്രിയ ദൈവമക്കളെ, ഒരു പക്ഷി ചെറിയ പ്രായത്തില് ആ പക്ഷി തന്നെ അമ്മ കൊടുക്കുന്ന ആഹാരം സ്വീകരിക്കും. അതിനുശേഷം ആ പക്ഷി വളർന്നു കഴിഞ്ഞാൽ അത് സ്വയം പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്വയം പോയി ആഹാരം സമ്പാദിക്കാനായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഒരു കന്ന്, ഒരു പശുക്കിടാവ് തന്റെ അമ്മയുടെ മുലപ്പാല് കുടിച്ച് ഒരു സമയം വരെ വളരും. അതിനുശേഷം അത് പോയി തന്നെ ആഹാരം നേടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളിലൂടെ ആഹാരം സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. അതിനുശേഷം ആ വ്യക്തിക്ക് ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അത് നേടിയെടുക്കുവാനുള്ളതായ അല്ലെങ്കിൽ അത് സമ്പാദിക്കാനുള്ളതായ ഒരവസ്ഥയിലേക്ക് അത് പോകണം. പ്രായമായിട്ടും പ്രായപൂർത്തിയായിട്ടും വളർച്ച ഉണ്ടായിട്ടും ആവശ്യകത അറിഞ്ഞിട്ടും മാതാപിതാക്കൾ തരട്ടെ, അതുകൊണ്ട് ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേര് ഒരിക്കലും ജീവിതത്തില് പുരോഗതിയിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത്തെ ജന്മസിദ്ധമായ കഴിവ് സ്വയം ഭദ്രതയാണ്. രണ്ടാമത്തെ ജന്മസിദ്ധമായ കഴിവ് സ്വയം സ്വീകരിക്കലാണ്. മൂന്നാമത്തെ ജന്മസിദ്ധമായ കഴിവ് സ്വയം ഭക്ഷണ ആഹാര പദാർത്ഥങ്ങൾ, ഭക്ഷണ പാനീയങ്ങൾ സ്വീകരിക്കുവാനുള്ള കഴിവാണ് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ആഹാരം സ്വീകരിക്കുന്നവരായിരിക്കണം, ആഹാര പദാർത്ഥങ്ങൾ സ്വീകരിക്കുന്നവരായിരിക്കണം. അത് സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. ഒന്നാമത്തെ ജന്മവാസന സ്വയം ഭദ്രതയാണ്. രണ്ടാമത്തെ ജന്മവാസന സ്വയം സ്വീകരിക്കലാണ്. മൂന്നാമത്തെ ജന്മവാസന സ്വയം സമ്പാദിക്കലാണ്. നാലാമത്തെ ജന്മവാസന എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ലൈഫാണ്. കാരണം പുനരുത്പാദനം നടത്തുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമി മുഴുവനും നിറയുകയും. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടി വളർന്നാൽ അവനെ കല്യാണം കഴിപ്പിക്കുന്നത്, ഒരു പെൺകുട്ടി വളർന്നാൽ അവളെ കല്യാണം കഴിപ്പിക്കുന്നത്. മൃഗങ്ങളെയും പക്ഷികളെല്ലാം ഇതേ പ്രോസസ്സിലാണ് പോകുന്നത്. അതൊരു റീപ്രൊഡക്റ്റീവ് നടക്കണം. കാരണം തങ്ങളാൽ അവസാനിക്കാൻ പാടില്ല. ലോകമുള്ളിടത്തോളം ഇത് ലോകത്തിൽ ഇതിന്റെ ശേഷിപ്പ് കാണണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് ആ ഒരു ആത്മീയ അനുഭവം ഉണ്ടായിരിക്കണം. ഇത് ഞാൻ ഭൗതികമായി ചിന്തയിലേക്ക് നിങ്ങൾ പറയുമ്പോൾ ആത്മീയ റീപ്രൊഡക്റ്റീവ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. പ്രിയ ദൈവമക്കളെ, ഒരപ്പൻ വിശ്വാസത്തിൽ വന്നാൽ, ഒരമ്മ വിശ്വാസത്തിൽ വന്നാൽ മക്കളെ വിശ്വാസത്തിലേക്ക് വരണം. മക്കൾ അവരുടെ മക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ഇത് പരമ്പരാഗതമായി, ഇത് തലമുറയായി ഒരു മനുഷ്യനും ഇതിൽ പെടാതെ അവശേഷിച്ച് അവസാനിക്കാൻ പാടില്ലാത്ത ഒരു അനന്തമായ പ്രോസസ്സിലേക്ക് ഇത് പോകണമെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ലൈഫ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തനമായി കാക്കേണ്ടത് ആവശ്യമാണ്. ഇത് ജന്മസിദ്ധമായ കഴിവാണ്, അല്ലേ?
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ്, ഫലനിബിഡമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകേണ്ടത് അനിവാര്യമാണ്. ഇതൊക്കെ ഓർത്തുകൊണ്ടല്ലേ ലേഖകന്മാർ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല അല്ലെ. അതിനുശേഷം താഴ്ത്തു വരുമ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹ, സന്തോഷ, സമാധാനം, ദീർഘക്ഷമ, ദയ, പരമ, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫ്രൂട്ട്ഫുൾ പ്രൊഡക്റ്റീവ് ലൈഫ് ആണ്. പ്രിയ ദൈവമക്കളെ, ആത്മാവിന്റെ നിറവിന് അനിവാര്യമായ ഒരു അനന്തമായ ജീവിതം ആണ് എന്ന് കണ്ടാൽ നാം ദ്രോഹിയുടെ ഒന്നാമത്തെ ജന്മ സിദ്ധമായ വാസന അല്ലെങ്കിൽ കഴിവ് എന്ന് പറയുന്നത് സ്വയം സൂക്ഷിപ്പാണ്. രണ്ടാമത്തത് സ്വയം സൂക്ഷിക്കലാണ്. മൂന്നാമത്തത് സ്വയം നേടുകയാണ്. നാലാമത്തത് പ്രത്യുത്പാദനമാണെങ്കിൽ അഞ്ചാമത്തത് ഡൊമിനൻസ് ലൈഫാണ്. അത് ഔന്നത്യമാർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചാൽ അവന്റെ അവസാനത്തെ അഞ്ചാമത്തെ വാസന എന്ന് പറഞ്ഞാൽ ഡൊമിനൻസ് ലൈഫ് ഫ്രം എർത്ത് ടു ഹെവൻ, അത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. ആ ഒരു വാസന ഉള്ളത് കൊണ്ടാണ് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും സ്വർഗത്തിന്റെ ഔന്നത്യത്തെ കുറിച്ച് അവൻ ചിന്തിക്കുന്നത്. അവൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റായ കാര്യത്തിലേക്ക്, അതിന് എതിരാളിയായ സാത്താൻ അവനെ കൊണ്ട് എത്തിക്കും എന്നതിന് തർക്കമില്ല. ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കുന്ന ഒരു മനുഷ്യനും നരകം എന്ന് പറയുന്ന ആ ഡൊമിനൻസിലേക്ക് പോകാൻ താല്പര്യമില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് മനുഷ്യരും തങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാന അറിവിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം എവിടെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അവരെല്ലാം ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ട 5 ജന്മസിദ്ധമായ വാസനകള്, കഴിവുകള്. ഒന്നാമത്തത് നമ്മൾ സ്വയം നമ്മളെ സൂക്ഷിക്കുക. രണ്ടാമത് നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നേടാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക. മൂന്നാമത് നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥം സ്വീകരിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാകുക. നാലാമത് ഞാനോടുകൂടി എന്നോടുകൂടി ജീവിതം അവസാനിപ്പിക്കാതെ പുനരുത്പാദന ഒരു പരമ്പര ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും എന്റെ കുടുംബവും, എന്റെ മക്കളും അവരുടെ കുടുംബവും, അവരും അവരുടെ കുടുംബവും, ഇങ്ങനെ ലോകത്തിന്റെ അന്ത്യം വരെ മുന്നോട്ട് പോകുന്ന ഒരു പുനരുത്പാദനം എന്ന് പറയുന്ന പ്രക്രിയ അവസാനമായി ഔന്നത്യത്തിൽ എത്തിച്ചേരുക, ഉന്നതിയിൽ എത്തിച്ചേരുക, ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. എല്ലാം പടിപടിയായി ചെയ്ത് പുനരുത്പാദന പ്രക്രിയയിൽ എല്ലാം കൂടെ പോയി അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ആ ഔന്നത്യമാർന്ന ഡൊമിനൻസിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹമില്ലാതെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഇല്ലാതെ വരുന്നവരെയാണ് സാധാരണ നമ്മൾ നിരീശ്വര ചിന്താഗതിക്കാരെന്ന് പറയുന്നത്, ദൈവമില്ലാത്തവരെന്ന് പറയുന്നത്, ദൈവിക ആഗ്രഹമില്ലാത്തവരെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളിൽ നിന്നോ നമ്മളുമായി ബന്ധപ്പെടുന്നവരിൽ നിന്നോ ഇങ്ങനെ ഒരു അധപ്പതന അവസ്ഥ ഉണ്ടാകാതെ നമ്മുടെ ഫൈനൽ സ്കിൽ എന്ന് പറയുന്നത് ടു ഹെവൻ, അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. അതാണ് നമ്മുടെ അവസാനത്തെ ഡൊമിനൻസ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ ഒരു കാഴ്ചപ്പാടോടെ നമുക്ക് മുന്നോട്ട് പോവാം. അതിനായി കർത്താവ് നമ്മുടെ ഈ ജന്മജീവനം കൊണ്ട് ഇടയാക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.